ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റത് മുതൽ ഒരു 9:30 വരെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്ന് 2 പേർക്കും സ്കൂളും മദ്രസയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഷിബിലി മോർക്കാണൊരു ട്യൂഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്കൂൾ പ്രിപ്പറേഷൻ്റെ ഒരു വ്ളോഗാണ്. അങ്ങനത്തെ അൽഹംദുലില്ലാ നേരം വെളുത്തു. ഞാൻ എൻ്റെ ഒത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിലോട്ട് നിൽക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ അത് മക്കളെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവരെ വിളിച്ചുണർത്തിയതിന് ശേഷം വീണ്ടും അടുക്കളയിലോട്ട് എത്തിയിട്ടാണ്. അപ്പം ഇന്ന് ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കറിക്ക് വേണ്ടിയിട്ട് ചട്ടിനിക്ക് വേണ്ടി തേങ്ങ ചിരണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഓട്ടട കുറേയൊക്കെ എത്തിയിട്ടാണ്. ഓട്ടട ഞാൻ സാധാരണ രീതി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഓട്ടട ഉണ്ടാക്കുന്നത്. പിന്നെ അത് ഓരോരുത്തരായിട്ട് രാവിലെ തന്നെ എണീറ്റ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇക്കാക്ക് നേരത്തെ തന്നെ പോകണല്ലോ പണിക്ക്. അപ്പം ഞാൻ ഇക്കാക്ക് അടുക്കളയിൽ കടി ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് 2 പേര് എന്നെ കാത്തുക്കട്ടെ സലാം പറയാൻ വേണ്ടിയിട്ട്. ഇവർ സലാം പറയാതെ പുറത്തങ്ങോട്ടാണ് പോലിട്ട. പിന്നെയാണ് തന്നെ ഈ ഫിലിമോൾക്കും അവർക്കും തന്നെ അവർ പോകുന്നത് ഞാൻ കാണും വേണം. അങ്ങനെ ഞാൻ എന്താ കാട്ടി പെട്ടെന്ന് തന്നെ ഒന്ന് വന്നാണ് കേട്ടോ. മഴയാണെങ്കിൽ ഒന്ന് പെയ്തിട്ട് ഒന്ന് സ്റ്റോപ്പ് ആയതാണ് കേട്ടോ. ആ ടൈമിലാണ് കേട്ടോ അവർ 2 പേരും പോകുന്നത്. അങ്ങനത്തെ അവർ 2 പോയി കഴിഞ്ഞ് ഞാൻ അപ്പോഴേ അടുക്കളയിൽ എത്തിയിട്ടോ. കറിയാണ് ഈ ചട്ടിനായിട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് പിന്നെ കടുക് കണ്ടിട്ടെടുത്ത് നല്ലോണം പൊട്ടിയതിന് ശേഷം തേങ്ങയും ഇഞ്ചിയും അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടി ഒന്ന് അരച്ചെടുത്താണ് ഇട്ടത്. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അങ്ങനത്തെ ചട്ടിനി റെഡി ആയിട്ടോ. ഇനിയുള്ള തിരക്ക് എന്താണെന്ന് വെച്ചാൽ ഷിബിലി മോന് പോകുമ്പോഴേക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡാവണം കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇന്ന് തട്ടിക്കൂട്ടി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ ചട്ടിനൊക്കെ പാത്രത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോഴേക്ക് ഇതാ ചോറിനുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അരിയാണ് ഇട്ടു കേട്ടോ. അവന് പോകുമ്പോഴേക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടുന്നുണ്ടെങ്കിൽ ഈസിക്കുമ്പോൾ ചായ വെച്ച് ചെയ്തു കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് ഷിബിലി മോന് ചായ ചോദിക്കൂട്ടോ. അപ്പം പിന്നെ ചായ വെച്ചു. മറ്റേത് നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നെ രാവിലെ വെള്ളം തന്നെയാണ് കുടിക്കട്ടോ. അങ്ങനത്തെ ചായയിൽ മധുരമൊക്കെ ഇട്ട് അതിനൊക്കെ ശേഷം ഇക്കാൻ്റെ ചായ ഒക്കെ കഴിഞ്ഞ് ഇക്കാൻ്റെ വെള്ളം ഫുള്ളായിട്ടോ. അങ്ങനെ ഓരോരുത്തരെ എണീറ്റിട്ട് ഓരോരുത്തരെ പാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ അങ്ങനെ തരിക. നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, നമ്മളെ പണി അങ്ങനെ എടുക്കാന്ന് കേട്ടോ. അപ്പോൾ ഒന്ന് അരിയിടാൻ കുറച്ച് വൈകി. അത് കാരണം അവർക്ക് പോകുമ്പോഴേക്ക് പിന്നെ ചോറാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു അതൊന്ന് വിസിലടുപ്പിച്ച് വെച്ചിട്ടോ. എന്നിട്ട് ഒരു പാനിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് 2 കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളി കഷ്ണവും പിന്നെ ഒരു ഉള്ളിയും അത്യാവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് ഒരു ഓംലേറ്റ് ആണ് ഉണ്ടാക്കിയിട്ടാണ്. എന്നിട്ട് ഈ വേവിച്ചെടുത്ത നെയ്ച്ചോറില്ലേ അതൊന്ന് അതിലേക്ക് ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പം പിന്നെ മുട്ടയും കൂടി അതിലേക്ക് ചേരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. സാധാരണ നമ്മൾ മുട്ടച്ചോറ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടാ. എന്നിട്ട് ഇത് ഒരു ഇത്തിരി ചപ്പും കൂടി മുകളിലാണ്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അവർക്കുള്ളത് ഏതായാലും ആയി. ഇനി നമുക്കുള്ളത് എന്തെങ്കിലും ഒപ്പിക്കണ്ടേ. ഹിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഭക്ഷണത്തിന് വരും ചെയ്യല്ലോ. അപ്പോൾ അതെ 2 മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ 2 ക്യാരറ്റും കൂടി തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാൻ വിചാരിച്ചു. പിന്നെ ഒരു ഇത്തിരി പരിപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ട്. എന്നിട്ട് ഇത് അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് ഉപ്പും അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു എടുത്തുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കാണുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ഏകദേശം പണികളൊക്കെ ആയല്ലോ. പിന്നെ ഞാനിത് ചെയ്ത് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാ. മുറ്റത്ത് എത്ര കച്ചറ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അടിച്ചു വാറട്ടോ. ഉള്ള കച്ചറ എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൈകൊണ്ടെങ്കിലും പെറുക്കിയെടുക്കും കേട്ടോ. അങ്ങനത്തെ റോട്ടുമ്മലാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുള്ള വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നോക്കിയാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോഴേക്കും നമ്മൾ ഷിബിലി മോനും എത്തിയിട്ടാ. ഒരു കയ്യിൽ കൊടിയുണ്ട്, ഒരു കയ്യിൽ സൈക്കിളുമാണ് കേട്ടോ. പിന്നെ അവന് പോകുമ്പോഴേക്ക് ഫുഡ് ആക്കണമല്ലോ പാത്രത്തിൽ. അപ്പം ഞാൻ ഷിബിലി മോനും അതുപോലെ തന്നെ ഫിനിമോൾക്കും ഞാൻ പാത്രത്തിലാക്കിയിട്ടാ. അപ്പോൾ ഇനി ഏതായാലും ഇത് ഇവിടെ വെക്കണ്ട. അവർക്ക് 2 പേർക്കും ഉള്ളത് ആകെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് 2 പേർക്കും അതാണ് ഫുള്ളാക്കി. അപ്പോൾ ഇന്ന് ഇത്തിരി വൈകിയതുകൊണ്ട് പിന്നെ ചോറായില്ല. ചോറ് തിളക്കുന്നേ ഉള്ളൂ. അതൊക്കെ കണ്ടില്ലേ. പിന്നെ അതേ കുറച്ച് അച്ചാറും മാങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ അച്ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അച്ചാർ പിന്നെ അവൾ കഴിക്കൂല കേട്ടോ. അങ്ങനെ അവർക്ക് 2 പേർക്കുള്ളത് ആക്കിയപ്പോഴേക്കും ഇക്കും ഇക്കാൻ്റെ ഫ്രണ്ടും കൂടി വന്നു കേട്ടോ. പണി ഇല്ലയെന്ന് പറഞ്ഞിട്ട്. പണിയുണ്ട്, പക്ഷേ മഴ ആയ കാരണം അവർക്ക് പണിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവർ 2 പേരും കൂടി സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നു കേട്ടോ. അവർ വന്ന വണ്ടിയാണ് കേട്ടോ ഇത്. അങ്ങനത്തെ നമ്മുടെ ഷിബിലി മോൻക്ക് പോകാനുള്ള ടൈമായി. അവൻ ഇത് ഇറങ്ങിയിട്ടോ. അവൻക്ക് ഇപ്പോൾ ഒരു റെസ്റ്റും ഇല്ല കേട്ടോ. വീട്ടിൽ നിന്ന് ബസ് കിട്ടുന്നിടത്തേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പോകാനും കേട്ടോ. അപ്പോൾ പിന്നെ സൈക്കിള് അവന് അവിടെ അങ്ങാടിയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് പിന്നെ ബസ്സിനാണ് കേട്ടോ സ്കൂൾക്ക് പോവാറ്. അങ്ങനത്തെ അവന് പോയതിന് ശേഷം അപ്പോഴേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തോട്ടോ. പിന്നെ അത് അത്യാവശ്യം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു വേപ്പില ഇട്ട് കൊടുത്തോണ്ട് അതൊന്ന് റെഡിയാക്കി. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി. അപ്പോഴേക്കും ഇത് അടുത്ത ആൾ എത്തിയിട്ടോ. അടുത്ത ആൾ എത്തിയ കോലം കണ്ടില്ല. പിന്നെ മക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുത്തിലേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. മേഘമൊക്കെ നനഞ്ഞിട്ടുണ്ട്, മഴ പെയ്തിട്ട് പർദ്ദയൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്
അതാണ് കേട്ടോ ഈ നൃത്തം നിൽക്കുന്നത്. അപ്പം അതൊക്കെ നമ്മളെ റോഡിലൊക്കെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ അവളുടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു പൂച്ചയാണ് കേട്ടോ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരും. അപ്പോൾ കുറേ ആയിക്കണം കേട്ടോ അത് വന്നിട്ട്. അപ്പോൾ അതിനെ കണ്ടിട്ട് അവൾ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ സ്കൂളുള്ള ദിവസത്തെ ഓരോരോ സ്കൂൾ പ്രിപ്പറേഷന്. ഇപ്പം എല്ലാവർക്കും തിരക്കായിരിക്കും അല്ലേ. സ്കൂൾക്ക് അവരോട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ. പിന്നെ ബാക്കിയുള്ള പണികളല്ലേ ഉള്ളൂ വീട്ടിലുണ്ടാവുക. അങ്ങനത്തെ അവൾ വാച്ചിൽ ലൈറ്റ് കത്തത് പൂച്ചക്ക് കാണിച്ചു കൊടുക്കട്ടെ. അവർക്കതൊരു സന്തോഷം ഒരു രസം കൂടിയല്ലേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്കൂൾക്ക് പോകാൻ വേണ്ടി പൂച്ചനോട് ടാറ്റയും ബബായൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പോഴേക്കത് സ്കൂൾ വണ്ടി വന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.